ലോക ഫുട്ബോൾ ആരാധകരുടെ ഹൃദയത്തിൽ ഇടം നേടിയ ലയണൽ മെസ്സിയുടെ 2022 ലോകകപ്പ് വിജയം ഒരു ചരിത്ര നിമിഷമായിരുന്നു. ഖത്തറിൽ അർജന്റീനയെ നയിച്ച് ലോകകപ്പ് ഉയർത്തിയപ്പോൾ മെസ്സിയുടെ കരിയറിൻ്റെ പൂർണ്ണതയായി ലോകം ആ നിമിഷത്തെ ആഘോഷിച്ചു. എന്നാൽ ഈ വിജയം ഒരു യാദൃശിക സംഭവങ്ങളുടെ ശൃംഖലയുടെ ഫലമാണോ? ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന ആശയം, ഒരു ചെറിയ സംഭവം വലിയ ഫലങ്ങൾ ഉണ്ടാക്കുന്ന പ്രതിഭാസം, മെസ്സിയുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കാമോ? ഈ വീഡിയോയിൽ ബട്ടർഫ്ലൈ എഫക്റ്റിൻ്റെ സൗന്ദര്യവും മെസ്സിയുടെ ലോകകപ്പ് വിജയവും തമ്മിലുള്ള ബന്ധം പരിശോധിക്കുന്നു. ഒരു ചിത്രശലഭത്തിൻ്റെ ചിറകടി ഒരു കൊടുങ്കാറ്റിന് കാരണമാകുന്നത് പോലെ മെസ്സിയുടെ ജീവിതത്തിലെ ഒരു ചെറിയ മാറ്റങ്ങൾ അദ്ദേഹത്തിൽ ഈ മഹത്തായ നേട്ടത്തിലേക്ക് നയിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. വെൽക്കം ബാക്ക്. ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന ആശയം 1960കളിൽ കാലാവസ്ഥാ ശാസ്ത്രജ്ഞനായ എഡ്വേർഡ് ലോറൻസ് മുന്നോട്ട് വെച്ചതാണ്. ഒരു ചെറിയ മാറ്റം, ഒരു ചിത്രശലഭത്തിൻ്റെ ചിറകടി ഒരു വലിയ കൊടുങ്കാറ്റിന് കാരണമാകുമെന്ന് അദ്ദേഹം കണ്ടെത്തി. ഈ സിദ്ധാന്തം കാലാവസ്ഥയിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നു. ഒരു ചെറിയ തീരുമാനം, ഒരു യാദൃശ്ചിക സംഭവം അല്ലെങ്കിൽ ഒരു നിമിഷം വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. നമുക്കൊരു ഉദാഹരണം പരിശോധിക്കാം. 2005 കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ അനു എന്ന 20 വയസ്സുള്ള ഒരു യുവതി ഒരു പ്രാദേശിക ലൈബ്രറിയിൽ ജോലി ചെയ്യുന്നു. ഒരു ദിവസം ലൈബ്രറിയിൽ ഒരു പുസ്തകം തിരയാൻ വന്ന രാജേഷ് എന്ന യുവാവിനെ അനു കണ്ടുമുട്ടുന്നു. രാജേഷ് ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. എന്നാൽ തൻ്റെ ജോലിയിൽ തൃപ്തനല്ല. അനുവിൻ്റെ ശുപാർശയിൽ രാജേഷ് ഒരു പുസ്തകം വായിക്കാൻ തുടങ്ങുന്നു. ദ ആൽക്കമിസ്റ്റ് ബൈ പൗലോ കൊയ്ലോ. ഈ പുസ്തകം രാജേഷിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു. പുസ്തകത്തിൻ്റെ പ്രചോദനത്തിൽ രാജേഷ് തൻ്റെ എഞ്ചിനീയറിംഗ് ജോലി ഉപേക്ഷിച്ച് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ തീരുമാനിക്കുന്നു. അവൻ്റെ ആശയം ഒരു പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യയെക്കുറിച്ചാണ്. വീടുകൾക്ക് സൗരോർജ്ജം ഉപയോഗിച്ച് വൈദ്യുതി ലാഭിക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണം. അനുവിൻ്റെ ഒരു ചെറിയ ശുപാർശ, ഒരു പുസ്തകം വായിക്കാൻ പറഞ്ഞത് രാജേഷിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമായി മാറി. രാജേഷിൻ്റെ സ്റ്റാർട്ടപ്പ് വിജയിക്കാൻ തുടങ്ങുന്നു. അവൻ്റെ ഉപകരണം കേരളത്തിലെ ഗ്രാമങ്ങളിൽ പ്രചാരം നേടുന്നു. കാരണം ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുന്നു. ഒരു വർഷത്തിനുള്ളിൽ രാജേഷിൻ്റെ കമ്പനി ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നു. ഒരു വലിയ നിക്ഷേപകൻ രാജേഷിൻ്റെ ആശയത്തിൽ താൽപ്പര്യം പ്രകടിപ്പിക്കുകയും ഒരു വലിയ തുക നിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഈ നിക്ഷേപം രാജേഷിൻ്റെ കമ്പനിയെ ഒരു ആഗോള ബ്രാൻഡാക്കി മാറ്റുന്നു. അനുവിൻ്റെ ജീവിതവും ഇതോടെ മാറുന്നു. രാജേഷ് തൻ്റെ വിജയത്തിന് അനുവിനോട് നന്ദി പ്രകടിപ്പിക്കുന്നു. അവിടെ തൻ്റെ കമ്പനിയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കാൻ ക്ഷണിക്കുന്നു. അനു ഒരു ലൈബ്രറിയൻ്റെ ജോലി ഉപേക്ഷിച്ച് രാജേഷിൻ്റെ കമ്പനിയിൽ ഒരു മാർക്കറ്റിംഗ് മാനേജരായി ചേരുന്നു. അവളുടെ ആശയങ്ങൾ കമ്പനിയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കുന്നു. ഈ സംഭവം ഒരു ശൃംഖല പ്രതികരണമായി വ്യാപിക്കുന്നു. രാജേഷിൻ്റെ കമ്പനി ലോകമെമ്പാടും പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിക്കുന്നു. കേരളത്തിലെ ഗ്രാമങ്ങൾ മുതൽ ആഗോള വിപണികൾ വരെ അവൻ്റെ ഉപകരണം ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നു. എന്നാൽ ഇതെല്ലാം തുടങ്ങിയത് ഒരു ചെറിയ നിമിഷത്തിൽ അനുവിൻ്റെ ഒരു പുസ്തക ശുപാർശയിൽ നിന്നാണ്. ഈ ഉദാഹരണം ബട്ടർഫ്ലൈ എഫക്റ്റിൻ്റെ ശക്തി നമുക്ക് വ്യക്തമാക്കുന്നു. ഒരു ചെറിയ തീരുമാനം, ഒരു യാദൃശ്ചിക കണ്ടുമുട്ടൽ അല്ലെങ്കിൽ ഒരു നിമിഷം ഒരു വലിയ മാറ്റത്തിന് വഴിയൊരുക്കും. രാജേഷ് ആ ദിവസം ലൈബ്രറിയിൽ പോയില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അനു ആ പുസ്തകം ശുപാർശ ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ വിജയകഥ ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല. ചരിത്രത്തിൽ നിന്നുള്ള മറ്റൊരു ഉദാഹരണം നോക്കാം. 1914 ഒന്നാം ലോക മഹായുദ്ധത്തിന് തിരികൊളുത്തിയത് ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡിൻ്റെ വധമായിരുന്നു. ഒരു സെർബിയൻ ദേശീയവാദിയുടെ വെടിയുണ്ട ലോകത്തെ ഒരു യുദ്ധത്തിലേക്ക് നയിച്ചു. ആർച്ച് ഡ്യൂക്കിൻ്റെ കാറ് മറ്റൊരു വഴിക്ക് തിരിഞ്ഞിരുന്നെങ്കിൽ ചരിത്രം മാറിയേനെ. ഇവിടെയും ഒരു ചെറിയ മാറ്റം ലോക ചരിത്രത്തെ മാറ്റിമറിച്ചു. ഈ ഉദാഹരണങ്ങൾ ബട്ടർഫ്ലൈ എഫക്റ്റിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുന്നു. ജീവിതത്തിൽ ഒരു ചെറിയ സംഭവം, ഒരു സംഭാഷണം, ഒരു തീരുമാനം, ഒരു യാദൃശ്ചിക കണ്ടുമുട്ടൽ വലിയ ഫലങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ളതാണ്. ഈ ആശയം മനസ്സിൽ വെച്ച് മെസ്സിയുടെ ലോകകപ്പ് വിജയത്തിന് പിന്നിലെ സാധ്യതകൾ പരിശോധിക്കാം. ലയണൽ മെസ്സിയുടെ 2022 ലോകകപ്പ് വിജയം അർജന്റീനയുടെ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ നിമിഷങ്ങളിലൊന്നാണ്. എന്നാൽ ഈ വിജയം ഒരു ശൃംഖല യാദൃശ്ചിക സംഭവങ്ങളുടെ ഫലമാണോ? ബട്ടർഫ്ലൈ എഫക്റ്റിൻ്റെ വെളിച്ചത്തിൽ മെസ്സിയുടെ വിജയത്തിന് പിന്നിലെ മാറ്റങ്ങൾ പരിശോധിക്കാം. മെസ്സിയുടെ കരിയർ ആരംഭിച്ചത് അർജന്റീനയിലെ റൊസാരിയോയിൽ ഒരു ചെറിയ നഗരത്തിലാണ്. 13 വയസ്സുള്ളപ്പോൾ മെസ്സിയും കുടുംബവും FC ബാഴ്സലോണയുടെ യൂത്ത് അക്കാദമിയിൽ പരിശീലനം നേടാൻ സ്പെയിനിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഈ തീരുമാനം ഒരു മാറ്റമായിരുന്നു. മെസ്സി ഈ തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഒരു ആഗോള ഫുട്ബോൾ ഐക്കണായി മാറില്ലായിരുന്നു. ബാഴ്സലോണയിൽ മെസ്സി തൻ്റെ കഴിവുകൾ മിനുക്കി ലോകത്തിൻ്റെ ശ്രദ്ധ ആകർഷിച്ചു. ഈ തീരുമാനം മെസ്സിയുടെ കരിയറിൻ്റെ ദിശ മാറ്റി. 2014 ലോകകപ്പ് ഫൈനലിൽ അർജന്റീന ജർമ്മനിക്കെതിരെ 1-0 തോറ്റത് മെസ്സിക്ക് ഒരു വലിയ നിരാശയായിരുന്നു. എന്നാൽ ഈ തോൽവി ഒരു മാറ്റമായി പ്രവർത്തിച്ചു.
2014 ശേഷം മെസ്സി തൻ്റെ നായകത്വം ശക്തിപ്പെടുത്തി. ഈ തോൽവി അദ്ദേഹത്തെ കൂടുതൽ ദൃഢനിശ്ചയമുള്ളവനാക്കി. 2021 കോപ്പ അമേരിക്ക വിജയവും 2022 ലോകകപ്പ് വിജയവും ഈ ദൃഢനിശ്ചയത്തിൻ്റെ ഫലമാണ്. 2014 തോൽവി ഇല്ലായിരുന്നെങ്കിൽ മെസ്സി ഈ മാനസിക ശക്തി നേടിയേനെ എന്ന് ഉറപ്പില്ല. 2021 ബാഴ്സലോണ വിട്ട് PSG മാറാനുള്ള മെസ്സിയുടെ തീരുമാനം മറ്റൊരു മാറ്റമായിരുന്നു. ഈ മാറ്റം മെസ്സിയുടെ മാനസികവും ശാരീരികവുമായ അവസ്ഥയെ പുതുക്കി. PSG അദ്ദേഹം പുതിയ വെല്ലുവിളികൾ നേരിട്ടു, പുതിയ കളിക്കാർക്കൊപ്പം കളിച്ചു. ഈ അനുഭവം 2022 ലോകകപ്പിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിന് അടിത്തറയായി. PSG മാറ്റമില്ലായിരുന്നെങ്കിൽ മെസ്സി 2022 ഫോമിൽ എത്തുകയെന്നത് ഉറപ്പില്ല. 2022 അർജന്റീന ടീം മെസ്സിയെ ചുറ്റിപ്പറ്റി ഒരു യോജിപ്പുള്ള യൂണിറ്റായി പ്രവർത്തിച്ചു. എമിലിയാനോ മാർട്ടിനസ്, ആഞ്ചൽ ഡി മരിയ, ലൗറ്ററോ മാർട്ടിനസ് തുടങ്ങിയ കളിക്കാർ മെസ്സിക്ക് മികച്ച പിന്തുണ നൽകി. ഈ ടീം യോജിപ്പ് ഒരു യാദൃശ്ചികമായി രൂപപ്പെട്ടതല്ല. 2019 പരിശീലകനായ ലയണൽ സ്കലോണിയുടെ നിയമനം ഈ ടീമിൻ്റെ മാറ്റമായിരുന്നു. സ്കലോണി ടീമിനെ ഒരു കുടുംബ മാതൃകയിൽ നിന്ന് പരിണമിപ്പിച്ചു. ഇത് മെസ്സിയുടെ വിജയത്തിന് അടിസ്ഥാനമായി. 2022 ലോകകപ്പിൽ ചില നിർണായക നിമിഷങ്ങൾ മെസ്സിയുടെ വിജയത്തിന് വഴിയൊരുക്കി. ഫൈനലിൽ ഫ്രാൻസിൻ്റെ കിലിയൻ എംബാപ്പയുടെ ഗോളുകൾക്ക് ശേഷം അർജന്റീന തിരിച്ചു വന്നു. എമിലിയാനോ മാർട്ടിൻസിൻ്റെ പെനാൽറ്റി സേവുകൾ ഈ വിജയത്തിന് നിർണായകമായിരുന്നു. ഈ നിമിഷങ്ങൾ ഒരു മാറ്റമായി പ്രവർത്തിച്ചു, മെസ്സിയെ ലോകകപ്പ് ഉയർത്താൻ അനുവദിച്ചു. മെസ്സിയുടെ കരിയറിൽ നിരവധി വിമർശനങ്ങളും പരാജയങ്ങളും അദ്ദേഹം നേരിട്ടു. 2016 കോപ്പ അമേരിക്ക ഫൈനലിൽ തോറ്റ ശേഷം മെസ്സി ദേശീയ ടീമിൽ നിന്ന് വിരമിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ആരാധകരുടെ പിന്തുണയും സുഹൃത്തുക്കളുടെ പ്രോത്സാഹനവും അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നു. ഈ തിരിച്ചുവരവ് മറ്റൊരു മാറ്റമായിരുന്നു. 2016 ഈ തീരുമാനമില്ലായിരുന്നെങ്കിൽ 2022 വിജയം സാധ്യമായേനെ എന്ന് ഉറപ്പില്ല. ഈ ഉദാഹരണങ്ങൾ കാണിക്കുന്നത് മെസ്സിയുടെ ലോകകപ്പ് വിജയം ഒരു ശൃംഖല യാദൃശ്ചിക സംഭവങ്ങളുടെ ഫലമാണെന്നാണ്. ഒരു ചെറിയ തീരുമാനം ബാഴ്സലോണയിലേക്ക് പോകുക, പിന്നീട് PSG മാറ്റുക, ഒരു വലിയ മാറ്റത്തിലേക്ക് നയിച്ചു. 2014 തോൽവി, സ്കലോണിയുടെ നിയമനം, ടീമിൻ്റെ യോജിപ്പ് എല്ലാം ഈ ബട്ടർഫ്ലൈ എഫക്റ്റുകളുടെ ഭാഗമാണ്. ബട്ടർഫ്ലൈ എഫക്റ്റ് ഒരു സൗന്ദര്യാത്മകവും ഗാഢവുമായ ആശയമാണ്. ഒരു ചെറിയ സംഭവം, അനുവിൻ്റെ പുസ്തക ശുപാർശ, മെസ്സിയുടെ ബാല്യകാല തീരുമാനം വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്നു. മെസ്സിയുടെ 2022 ലോകകപ്പ് വിജയം ഒരു യാദൃശ്ചികമല്ല, മറിച്ച് നിരവധി മാറ്റങ്ങളുടെ സംയോജനമാണ്. ബാഴ്സലോണയിലേക്കുള്ള മാറ്റം, 2014 തോൽവി, PSG തീരുമാനം, സ്കലോണിയുടെ നിയമനം ഇവയെല്ലാം മെസ്സിയെ ലോകകപ്പ് വിജയത്തിലേക്ക് നയിച്ചു. ബട്ടർഫ്ലൈ എഫക്റ്റ് നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിലെ ഓരോ നിമിഷവും പ്രാധാന്യമുള്ളതെന്നാണ്. ഒരു ചെറിയ തീരുമാനം ഒരു വലിയ കൊടുങ്കാറ്റിന് വഴിയൊരുക്കാം. മെസ്സിയുടെ വിജയം ഈ ആശയത്തിൻ്റെ ഒരു ജീവിക്കുന്ന ഉദാഹരണമാണ്. ഒരു ചിത്രശലഭത്തിൻ്റെ ചിറകടി ഒരു കൊടുങ്കാറ്റിന് കാരണമാകുന്നത് പോലെ മെസ്സിയുടെ ജീവിതത്തിലെ ചെറിയ നിമിഷങ്ങൾ ഒരു ആഗോള വിജയത്തിന് വഴിയൊരുക്കി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.